ഞാൻ അങ്ങനെയാണ്. ദേഷ്യം പിടിച്ചാൽ അല്ലാണ്ട് പറയും. എന്നെ ഭയങ്കരമായിട്ട് മാനസികമായിട്ടന്ന് വിഷമിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അവരങ്ങനെയാണെന്നോ ഇവരിങ്ങനെയാണോ എന്നൊന്നുമല്ല പറഞ്ഞതിനർത്ഥം. സ്വാഭാവികമായിട്ട് ഒരാൾക്ക് ദേഷ്യം വന്നാൽ പലതും വിളിച്ചു പറയും. ആ രീതിയിൽ ഞാനും പറഞ്ഞു. മോട്ടർ നിറഞ്ഞോ, മോട്ടർ നിറഞ്ഞോ. അത് ഞാൻ അന്ന് തന്നെ വേണ്ടപ്പെട്ടവരോട് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ 10 പറഞ്ഞപ്പോൾ ഞാൻ 100 പറഞ്ഞു. പിന്നെ കാരണം എനിക്ക് വേദനിച്ചാൽ ഞാൻ വല്ലാണ്ട് തിരിച്ചു പറയും. അല്ല, ഞാൻ ഒരാളെ പണത്തിനോ ദോഷത്തിനോ ഞാനൊന്നും പോവാറില്ല. പോകുന്ന വ്യക്തിയല്ല, ആൾക്കും അറിയാം. പക്ഷേങ്കിൽ എന്നെ ടോർച്ചർ ചെയ്ത് പറഞ്ഞപ്പോൾ എന്നെ ഭയങ്കരമായിട്ട്, ചെറുതൊന്നല്ല വലുതായിട്ട് എന്നെ മാനസികമായിട്ട് ഹറാസ് ചെയ്തപ്പോൾ പറഞ്ഞു. പിന്നെ ഇയാളൊന്ന് ഓർക്കുക, ഇയാൾ വളർന്ന സാഹചര്യമല്ല ഞാൻ വളർന്നത്. എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല ഇയാളത്. പിന്നെ എന്നെ നിങ്ങൾ പലതും പറയുന്നത് കേട്ടിട്ടും ഞാൻ മിണ്ടാണ്ടിരുന്നത് ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ്. പക്ഷേങ്കിൽ നിങ്ങളപ്പോൾ ബാക്ക് എന്നാ പറഞ്ഞത്, ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ നിന്ന് എന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ച് പ്രതികരിച്ചത്. പിന്നെ മറ്റേ ആൾക്ക് ദൈവം പണിഷ്മെൻറ്റ് കൊടുത്തത് എൻ്റെ കണ്ണുമുന്നിനെ കണ്ടു. നമ്മൾ ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക, മനസ്സിലായോ? ഇയാൾ ലൈഫിലേക്ക് കയറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഓരോ ലൈഫിലേക്ക് കയറുമ്പോഴും നമ്മുടെ ലൈഫ് എന്തായി തീരുമെന്ന് നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ കല്യാണം കഴിഞ്ഞു, സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, പിന്നെ ആ ലൈഫ് ഫെയിലായ എന്താക്കും? അയാൾ വേറെ കെട്ടണ്ടേ? ഇനി അതും ഫെയിലായ എന്ത് ചെയ്യും? വീറും കെട്ടണ്ടേ? പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലാണ്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലൂടെ പോയാൽ എന്താക്കും? അപ്പം കർമ്മ എന്നുള്ളൊരു സംഭവം ഉണ്ടെന്ന് ഓർക്കുക. ആരെ വേദനിപ്പിച്ചാലും തിരിച്ചു കിട്ടുമെന്നുള്ള കാര്യം ഓർക്കുക. കാരണം അന്ന് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നു. എന്നെ ഒന്ന് വേദനിപ്പിച്ചപ്പോൾ തനിക്ക് വേദനിക്കണം, അല്ലാണ്ട് തന്നെ പറഞ്ഞാൽ വേദനിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറേ പേരെ കൂട്ടി വലിച്ച് ഞാൻ പറയേണ്ടി വന്നു. എനിക്ക് അത്രയും ഹർട്ട് ചെയ്ത് പറഞ്ഞു എന്ന് എനിക്കറിയാം. എൻ്റെ വേദന തീരുന്നത് വരെ ഞാൻ അതിൽ നിന്ന് ഇപ്പോഴാണ് റിക്കവർ ആയത്. നിനക്ക് അറിയാം, ഞാൻ ഹോസ്പിറ്റലിൽ പോയാൽ 2 വീക്സ് കഴിഞ്ഞാൽ പോലും എന്നെ അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യില്ല എന്നറിയാം. പക്ഷേങ്കിൽ നിന്നോടല്ല സോറി ചോദിക്കുന്നത്, ഒരിക്കലും നിന്നോട് സോറി ചോദിക്കില്ല. നിന്നോട് ചോദിക്കേണ്ട തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. നിന്നോട് ചോദിക്കേണ്ട തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ നിന്നെ വേദനിപ്പിച്ചപ്പോൾ അതിൽ പറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ടായിരുന്നു. അവരോട് എനിക്ക് സോറി ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. ഒരു 4 വ്യക്തികളോട്, 2 മുതിർന്ന വ്യക്തികളും 4 മുതിർന്ന വ്യക്തികൾ തന്നെയാണ്. 4 പേരോടും സോറി ചോദിക്കുന്നു. അത് നിങ്ങളെ ഉൾക്കൊള്ളിച്ചോ നിങ്ങളങ്ങനെയാണെന്നോ വിചാരിച്ചിട്ടല്ല പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. അയാൾ അറിയാണ്ട് തന്നെ അയാളുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു ചാരിറ്റിയിൽ പോയതും എല്ലാം. ചാരിറ്റിയിൽ പോയി അവരുടെ പുറകെ നടന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ നമ്പർ കൊടുത്തത്. എനിക്കൊന്നും കിട്ടാനില്ല. ചാരിറ്റി പോയിട്ട് എനിക്കിത് ആ ഹെൽപ്പെന്ന് ചോദിക്കാനല്ല. എനിക്കങ്ങനെ ഒരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. എനിക്ക് പറഞ്ഞു വന്നത് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞതേ ഉള്ളൂ. ആ ചാരിറ്റിക്കാരെന്തെങ്കിലും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അവർ പറയും ഞാൻ നിങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന്. പിന്നെ അത് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ അത്രയും നിങ്ങളെ പറഞ്ഞതിന്. നിങ്ങളല്ല പറഞ്ഞത്, നിങ്ങളുടെ ആ പെങ്കൊച്ചിനോടാണ് പറഞ്ഞത്. ആ പെങ്കൊച്ച് അത്രയും പറഞ്ഞത് കൊണ്ട്. പിന്നെ ഞാൻ വളർന്ന സാഹചര്യമല്ല ഇയാൾ വളർന്നത്, ഇയാൾ വളർന്ന സാഹചര്യമല്ല ഞാൻ വളർന്നത്. അപ്പോൾ അതൊക്കെ ഓർക്കണം. അപ്പോൾ ഞാൻ വളർന്ന സാഹചര്യമായിരിക്കില്ല മറ്റൊരാൾ വളരുന്നതും ജീവിക്കുന്നതും എന്ന് വെച്ചാൽ അതിൽ നമ്മളെ അസൂയപ്പെട്ടിട്ട കാര്യമില്ല.
അപ്പുറത്തെ വീട്ടിൽ ഒരു ഓടിക്കാറുണ്ടെങ്കിൽ ഞാൻ അവരോട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എന്തിന് ഞാൻ മിണ്ടാണ്ടിരിക്കണം? അപ്പുറത്തെ വീട്ടിൽ ഒരു ഓടിക്കാർ BMW ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ്, നമുക്ക് കാണാൻ നല്ല രസമായിരിക്കും. നമുക്ക് അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ അത് മനസ്സിൽ നിന്ന് മാറ്റണം. പിന്നെ പുറത്ത് ജനിച്ചും വളർന്നവർ അവരുടെ ഡ്രസ്സിലായാലും അവരുടെ ബിഹേവിയറിലായാലും അവരങ്ങനെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാവരുടെ നിന്നും ഒരുപാട് കാര്യത്തിൽ സാമ്യമുണ്ട്. അത് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. ഞാനൊരിക്കലും ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർന്ന വ്യക്തിയല്ല. ഒരു പാരൻസിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിട്ടുണ്ട്, പാരൻസ് ഇല്ലാത്തതിൻ്റെ വിഷമം. അല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടും എൻ്റെ വീട്ടുകാരെ എനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. പൊന്നുപോലെയാണ് വളർത്തിയത്. അവരെ മക്കളെക്കാളും കൂടുതൽ സ്നേഹം തന്ന് എന്നെ വളർത്തിയിരിക്കണേ. ഇപ്പോഴും അതെ, എല്ലാവരും എന്നോട് വാ 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 എന്ന് പറഞ്ഞാൽ വിളിക്കണേ. അപ്പോൾ ബുദ്ധിമുട്ട് ഒരിക്കലും അറിഞ്ഞ് വളർന്നില്ല എങ്കിലും മറ്റൊരാളുടെ ബുദ്ധിമുട്ട് എനിക്ക് നല്ലവണ്ണം മനസ്സിലാവും. ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഞാൻ നേരിട്ടും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് എന്താണെന്ന് നല്ലവണ്ണം അറിയാം, നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം. അപ്പോൾ എന്നോട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞങ്ങളെന്താ നിന്നോട് ഹെൽപ്പ് വല്ലതും ചോദിച്ചു. എനിക്കതുമില്ല, എന്നോട് ഹെൽപ്പൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ആ പെങ്കൊച്ച് അങ്ങനെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. അതിനങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എൻ്റെ എല്ലാ കാര്യത്തിലും ഞാനാ തീരുമാനിക്കേണ്ട, മറ്റൊരാളല്ല. ആ കുട്ടീൻ്റെ കാര്യത്തിലും ഞാൻ വേറെ കാര്യം ഇന്നേവരെ ഞാൻ പറയാനോ പിടിക്കാനോ പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. ഒരു കാര്യത്തിലും ഞാൻ മൈൻഡ് ആക്കാത്ത കൂട്ടത്തിലാണ്. ഒരു കാര്യത്തിലും ക്ലാസ്സിൽ ഒരു കാര്യത്തിലും ഞാൻ ഡിസിഷൻ പറയാത്ത കൂട്ടത്തിലാണ്. മിസ്സുമാരോട് പറയും, മിസ്സേ എനിക്കത് മനസ്സിലായില്ല, മിസ്സേ എനിക്കിത് മനസ്സിലായില്ല എന്ന് പറയുന്നതല്ലാണ്ട് ഒരാളുടെ ഒരു തെറ്റോ കുറവോ ഒരാളുടെ പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തി അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞു, അത് ഒരുപാട് പ്രശ്നമായപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അല്ലാണ്ട് അതുപോലും ഞാൻ മിണ്ടാണ്ടിരുന്ന വ്യക്തി. അത് എന്താണ്, പടി കൊടുത്ത് അടി വാങ്ങി എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞത് വാങ്ങിയതാണ്. അതിനോട് ഞാൻ മിണ്ടാറുമില്ല. അല്ലാതെ ആരുടെയും ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. എന്ത് നടന്നാലും ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. പറയുകയാണെങ്കിൽ അത് മിസ്സുമാരോട് മാത്രം, അല്ലാണ്ട് കുട്ടികളോട് പറയാറേ ഇല്ല. തമ്മിൽ ഒരു ഇതാക്കലോ പിടിക്കലോ ഒന്നുമില്ല. പിന്നെ ഇന്നെനിക്കത് 2 ദിവസമായിട്ട് ഇന്നലെ മുതലേ ഞാൻ ഓർക്കുന്നു. അവർ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അല്ലാണ്ട് ഞാനതിൽ സോറി നിങ്ങളോട് വല്ലാണ്ട് ചോദിക്കുന്നു. കാരണം നമ്മളിതൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ കണക്ക് പറയേണ്ടി വരുമെന്ന് എനിക്കറിയാം. ആ പറഞ്ഞതിന് ഞാനത് ആ ഒരു വാക്കോടെ പറഞ്ഞാൽ ആ പെങ്കൊച്ച് വിഷമിക്കുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞത് പോയതാണ്. നിങ്ങളത് പൊറുക്കില്ലാന്ന് എനിക്കറിയാം, സാരില്ല. പക്ഷേ എങ്കിൽ ദൈവം 2 പക്ഷവും നോക്കും. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത് ദൈവം നോക്കും. പിന്നെ എൻ്റെ അവസ്ഥ അറിയാം. ഞാനൊന്ന് ഡൗണായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നിങ്ങളുടെ കുഞ്ഞു. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെയൊന്നും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക, മറ്റുള്ളവരുടെ കാര്യത്തിൽ അസൂയപ്പെടാണ്ടിരിക്കുക. ദൈവം തരേണ്ടതാണ് ആർക്കായാലും തന്നിരിക്കും. എനിക്കിപ്പം ദൈവം എല്ലാവരും ലോട്ടറി എടുക്കുന്നു. ദൈവത്തിന് തോന്നണം ആർക്കാ ലോട്ടറി കൊടുക്കേണ്ടത്. ഞാനും എടുത്തിട്ടുണ്ട് ലോട്ടറി. ദൈവം വിചാരിച്ചാലേ അത് കിട്ടുള്ളൂ, അല്ലാണ്ട് മനുഷ്യൻ വിചാരിച്ചാൽ ലോട്ടറി കിട്ടണമെന്നില്ല, ലോട്ടറി അടിക്കണമെന്നില്ല. അത് സ്വയം ചിന്തിക്കുക. പിന്നെ ലൈഫ്, അതും ദൈവം വിചാരിക്കണം. ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മളും കൂടെ വിചാരിക്കണം. ഒരു ലൈഫ് കൊണ്ടുപോകാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാണ്, എത്ര സ്ട്രഗിൾ ചെയ്യണം എന്നൊക്കെ. പിന്നെ എൻ്റെ ലൈഫും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്. ഒറ്റയ്ക്ക് ഒരു വഴിയിലൂടെ ആരുടെയും ഹെൽപ്പില്ലാണ്ട്, ഒരാളുടെയും ഹെൽപ്പില്ലാണ്ടാണ് ഞാൻ പോകുന്നതും വരുന്നതും എല്ലാം. ഡോക്ടറെ കാണാൻ പോകുന്നതും എല്ലാം അവിടെ നിന്ന് വീണെണീച്ച് വന്നിരിക്കുക. മറ്റൊരാളെന്നെ ജഡ്ജ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല.
അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നീ വരണം എന്ന് പറയാറില്ല. നീ എൻ്റെ ആരുമില്ല, ഞാനും നിൻ്റെ ആരുമില്ല. അതുകൊണ്ടാണ്. പിന്നെ മറ്റേ പെണ്ണ്, അതിന് ദൈവം കൊടുത്തു കഴിഞ്ഞു. ഞാൻ കാണുകയും ചെയ്തു. ദൈവം ഓൾറെഡി അതിനെ കൊടുത്തിട്ടേക്കുന്നു. പിന്നെ ഞാൻ കാണുകയും ചെയ്തു. അതുകൊണ്ട് അതിനെ ഇനി പറഞ്ഞാൽ ഞാൻ വല്ലതും പറഞ്ഞു, ഞാൻ ചെന്ന് നേരിട്ട് പറഞ്ഞാൽ ചത്തുപോകും. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറയാതെ ഇട്ടേക്കുന്നത്. അതിന് ദൈവം കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ ദൈവം കൊടുത്തു. അത് ഇനിയും നന്നായില്ലെങ്കിൽ അതിനപ്പുറം ദൈവം കൊടുക്കും. എന്നിട്ട് വെറുതെ ശാപങ്ങൾ വലിച്ചു കൂട്ടാണ്ടിരിക്കുക ആരുടെയും. എന്നെങ്കിലും ഒരിക്കൽ അവരെ നേരിൽ കാണാൻ പറ്റുമെങ്കിൽ ഞാൻ നേരിൽ കണ്ടുവന്നിട്ട് സോറി പറയും. ക്ഷമിക്കാൻ പറ്റാവുന്ന അല്ലാന്ന് എനിക്കറിയാം. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. നീ അത്രയ്ക്ക് എന്നെ മാനസികമായിട്ട് തളർത്തി. നിന്റെ ആവശ്യം ഞാൻ തളർന്ന് വീഴുക, ഒന്നുകിൽ ആ അവസ്ഥയിൽ ഞാൻ അവിടെ കിടന്ന് എന്തെങ്കിലും ആയിത്തീരണമെന്ന് നീ ചിന്തിച്ചു. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരാളെ അങ്ങനെ പറയില്ല. പക്ഷേങ്കിൽ എന്തോ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റി. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ എനിക്കത് പറയണമെന്ന് തോന്നി. കാരണം അവരെ കൂടെ അതിൽ കൂട്ടി പറയേണ്ട അവസ്ഥ വന്നതുകൊണ്ട് മാത്രം ഞാൻ സോറി പറയുന്നതാണ്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ ബുദ്ധിമോശം. ഞാൻ ആ ദേഷ്യം പിടിച്ചാൽ ഏതാ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതൊന്നും നിനക്കറിയാം. ദേഷ്യം എനിക്ക് അങ്ങനെ പിടിക്കില്ല. ദേഷ്യം പിടിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷെങ്കിൽ ദേഷ്യം വന്നാൽ പിന്നെ അത് വിട്ടുപോകാൻ ഭയങ്കര പാടാണ്. മറ്റേ പൃഥ്വിരാജിൻ്റെ ഒരു ഡയലോഗില്ലേ, അതുപോലെ ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല. അത് ടാറ്റു കുത്തണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ഒരു സിനിമയിലൊരു ഡയലോഗുണ്ട്, നിന്നോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും മരിക്കുന്നവരെ നിന്നോട് ഞാൻ പൊറുക്കൂല. നീ ഒരു വാക്ക് പറഞ്ഞത് ഒരിക്കലും പൊറുക്കില്ല. നീ അത് എഴുതി കുറിച്ച് വെച്ചോ. നിന്റെ ലൈഫിൽ നിന്നെ ആ വാക്ക് പറയുന്ന ഒരു വ്യക്തി നിന്റെ ലൈഫിലേക്ക് വന്നിരിക്കും. അത് നിന്റെ ഹസ്ബൻഡാവാം, നിന്റെ കുടുംബക്കാരാവാം, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാവാം, ആരും ആവാം. അന്ന് ഓർക്കുക, ഇതേ വേർഡാണല്ലോ ഞാൻ അവിടെയും പറഞ്ഞത്. അത് കർമ്മയാണ്, മനസ്സിലായോ? അപ്പോൾ ഇയാൾ പറയും ബാക്കി അപ്പം എന്നെക്കുറിച്ച് പറഞ്ഞത് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാനിവിടെ സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ എന്നോടും അതേ പറയേണ്ടി വരും. മറ്റൊരാളെ കൊണ്ട് ദൈവം പറയിപ്പിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ സോറി പറയുന്നത്. ഞാൻ ദൈവത്തിനോട് അത് പറഞ്ഞിട്ടുണ്ട്, ദൈവം എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്ന് മുതലേ ഞാൻ പറയുന്നുണ്ട്, എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇവിടെയാണോ വേദനിക്കുന്നതെന്ന് എനിക്കറിയാം. ആ പോയിന്റിൽ ഞാൻ പറഞ്ഞു. നീ എന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നീ തളർന്നു പോകുന്ന ഇതൊന്നുമല്ല എന്ന് എനിക്കറിയാം. നിന്റെ ക്യാരക്ടർ അങ്ങനെയല്ല എന്നും അറിയാം. പിന്നെ നിനക്കറിയാം ഞാൻ തളരും എന്നുള്ളത്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്ന് എനിക്കറിയാം. അതെവിടെ മുതലാണ് തുടങ്ങിയെന്ന് എനിക്കറിയാം. ആ റൂട്ട് മാപ്പ് എവിടെ നിന്നാണ് തുടങ്ങി എന്നുള്ളതും അറിയാം. അതുകൊണ്ട് അസൂയ, കുശുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക. ഫ്രസ്ട്രേഷൻ മാറ്റി വയ്ക്കുക, അപകർഷതാബോധം. പിന്നെ എനിക്കൊന്നുമില്ല എന്നുള്ള ചിന്തിച്ച് മറ്റുള്ളവരോട് അസൂയപ്പെടേണ്ട. ഞാൻ പറഞ്ഞു, അടുത്ത വീട്ടിൽ ഓടി കണ്ടിട്ട് ഞാനിവിടെ ഇരുന്ന് അസൂയ മുത്തിട്ടിട്ട് കാര്യമില്ല. അത് അവൻ്റെ പൈസേൻ്റെ അവനെ ഓടി വാങ്ങിയിടും. ചിലപ്പോൾ അവനെ ഓടി കത്തിച്ചെന്നിരിക്കും. ചിലപ്പോൾ അവൻ്റെ 3 നില വീട് എടുത്ത് പൊളിച്ചിട്ട് ഒരു 5 നില പണിയുന്നിരിക്കും. ഇതൊന്നും ഞങ്ങളുടെ അസൂയപ്പെടേണ്ട ആവശ്യമില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്. അവൻ 5 നില പണിയും അവൻ്റെ പൈസയുണ്ട്. അവൻ തിന്നുകയും കുടിക്കുകയും നടക്കുകയും ചെയ്യട്ടെ. അങ്ങനെ ചിന്തിക്കുക, മനസ്സിലായോ? അല്ലാണ്ട് മറ്റൊരാളുടെ കാര്യത്തിൽ അസൂയപ്പെട്ട് നടന്നിട്ട് എങ്ങും എത്താൻ പോകുന്നില്ല.